Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് യൂണിറ്റ് 1 ഫസ്റ്റ് പാർട്ടാണ്. അതായത് യൂണിറ്റ് 1 കുറച്ച് പാർട്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറേ ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ്. സോ അതിനെ കുറച്ച് പാർട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് സെറ്റ്സ്, റിലേഷൻസ്, ഫങ്ഷൻസ് ആൻഡ് കോംപ്ലെക്സ് നമ്പേഴ്സ്. സോ ലെറ്റ് us സ്റ്റാർട്ട്. നമ്മൾ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് മാത്രമാണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, a set is a collection of well defined objects that are distinct from each other. അപ്പോൾ ഒരു സെറ്റ് എന്താണ് നമുക്കറിയാലോ, അതായത് ഒരു എലമെന്റ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിന്റെ ഒരു സെറ്റ് ആണ്. ഓക്കെ, കളക്ഷൻ ആണ്. സോ അതെന്ന് പറയുന്നത് ഏത് വേണമെങ്കിലാവാം. ഇറ്റ് ക്യാൻ ബി എ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ് എക്സെട്ര. അപ്പോൾ നമ്മൾ ബേസിക്കലി അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, ഒരു സെറ്റ് എ എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇതുപോലെ ബ്രാക്കറ്റ്സിൽ എക്സ് such that, എക്സ് എന്ന് പറയുന്നതാണ് എലമെന്റ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. എക്സ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഹോൾ നമ്പേഴ്സിന്റെ സെറ്റ് ഇവിടെ എ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സം ഇമ്പോർട്ടൻറ്റ് സെറ്റ്സ് നോക്കാം. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതേപോലെ സെറ്റിൽ വരുന്ന നൊട്ടേഷൻസും അത് എന്തൊക്കെയാണെന്ന് നോക്കാം. n എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഇസ് സെറ്റ് 0, 1, 2, 3 എക്സെട്ര. അതുപോലെ z എന്ന് പറയുന്നത് ഇൻഡിജേഴ്സിന്റെ സെറ്റ് ആണ്. അപ്പോൾ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാം നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എല്ലാം വരും. -3, അത് എക്സെട്ര അപ് ടു 1 to 3 അങ്ങനെ എക്സെട്ര. നെക്സ്റ്റ് z പ്ലസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഓക്കെ, z പ്ലസ് എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ z എന്ന് പറയുമ്പോൾ കോമൺ ആണ്, ഇൻക്ലൂസീവ് ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. z പ്ലസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രമാണ്. ദാറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം 1, 2, 3 എക്സെട്ര. ഇനി r എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. അപ്പൊ അതിൽ r പ്ലസ് വന്നു കഴിഞ്ഞാലോ എഗെയിൻ z പ്ലസ് പറഞ്ഞ പോലെ പോസിറ്റീവ് നമ്പേഴ്സ്, അതായത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റ് ആണ്. c ഇസ് എ സെറ്റ് ഓഫ് കോംപ്ലെക്സ് നമ്പേഴ്സ്, കോംപ്ലെക്സ് നമ്പേഴ്സിന്റെ സെറ്റ് ആണ് c. നെക്സ്റ്റ് q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സിന്റെ എലമെന്റ്സ് വരുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റ് ആണ് q. ഇനി നമുക്കൊരു സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ഏതൊക്കെയാണ്, റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. ഇപ്പോൾ റോസ്റ്റർ ഫോമിൽ നമ്മളൊരു സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇതേപോലെ ബ്രാക്കറ്റ്സിലാണ്. എലമെന്റ്സിനെ നമ്മൾ കോമ സ്പേസ് ചെയ്തിട്ടാണ് നമ്മൾ എലമെന്റ്സ് മെൻഷൻ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് സെറ്റ് ഓഫ് വവൽസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇപ്പോൾ വവൽസിന്റെ സെറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബ്രാക്കറ്റ്സിനുള്ളിൽ ഓരോ എലമെന്റ്സും കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യും. നെക്സ്റ്റ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം ഇതേപോലെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഇതുപോലെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ടേം നമ്മൾ യൂസ് ചെയ്യും. ആ എലമെന്റ് എന്ന് പറയുന്നത് എന്താണെന്നത് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഇസ് സെറ്റ് എ എന്ന് പറയുന്നത് എക്സ് such that, കോളം എന്ന് പറയുന്നത് such that x is a vowel in English alphabet. അപ്പോൾ x എന്ന് പറയുന്നത് vowel in English alphabet നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്കറിയാം എ ആവാം, ഇ ആവാം, ഐ ആവാം, ഒ ആവാം, യു ആവാം. സോ ആ ഒരു സെറ്റ്, അതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം റെപ്രസെൻറ്റേഷൻ പറയുക. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് സെറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതിൽ ഫസ്റ്റ് വൺ വരുന്നത് നള്ളാണ്. അപ്പം നൾ നമുക്കറിയാം, വേറെ പേരിൽ എം ടി എന്ന് പറയാം, അതായത് എലമെന്റ്സ് ഒന്നുമില്ല അല്ലെ, ജസ്റ്റ് നള്ളാണ്. സിംഗിൾട്ടൺ, ആ പേരിൽ തന്നെ ഉണ്ട്. സിംഗിൾട്ടൺ പറഞ്ഞാൽ ജസ്റ്റ് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും സെറ്റിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ഒരിക്കലും കൗണ്ട് ചെയ്ത് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 4, 5, 6 എക്സെട്ര. ഈക്വലന്റ് സെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ടാവും. ആ സെറ്റ്സിൽ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കും. ഇവിടെ ഇപ്പോൾ n 4 ആണ് രണ്ട് കേസിലും. എ എന്ന് പറയുന്ന സെറ്റിൽ എ, ബി, സി, ഡി 4 എലമെന്റ്സ് ഉണ്ട്. അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റിൽ 4 എലമെന്റ്സ് ഉണ്ട്, 1, 2, 3, 4. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കും. അവരെയാണ്, ആ സെറ്റ്സിനെയാണ് ഈക്വലന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈക്വൽ സെറ്റ്സ്. ഇപ്പൊ രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് എപ്പോഴാണ് നമ്മൾ പറയാം, സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും. സെയിം നമ്പർ എന്ന് ഉദ്ദേശിച്ചത് സെയിം എലമെന്റ്സ് ആയിരിക്കും കേട്ടോ, നമ്പർ അല്ല ഉദ്ദേശിച്ചത്. അതായത് സെയിം എലമെന്റ്, ഇപ്പോൾ 1, 3, 9 ഇതാണ് എലമെന്റ്സ് എയിൽ. ബിയിൽ അതേ എലമെന്റ്സ് തന്നെയാണ് 1, 3, 9 എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് ഈക്വൽ സെറ്റ്സ് എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താ,
A എന്ന് പറയുന്നത് എപ്പോഴാണ് B എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആവുന്നത്? If the elements, all the elements of A are also the elements of B. അതായത് എയിലെ എലമെന്റ്സ് എല്ലാം ഏതിലുണ്ടാവും? ബിയിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് B എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സബ്സെറ്റിന്റെ സിമ്പിൾ ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് തിരിച്ചു പറയുകയാണെങ്കിൽ ഇപ്പോൾ A എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് B ആണ്. അങ്ങനെയാണെങ്കിൽ B എന്താ? സൂപ്പർ സെറ്റ് ഓഫ് A ആണ്. അപ്പോൾ നേരെ തിരിച്ച് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. B എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് ഓഫ് A ആണ്. ഇനി പവർ സെറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ സെറ്റ് ഫോംഡ് ബൈ ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് എ ഗിവൺ സെറ്റ് A. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് P ഓഫ് A ആണ്. അതായത് P ഓഫ് A എന്ന് പറയുന്നത് എന്താണ്? പവർ സെറ്റ് ആണ്. A എന്ന് പറയുന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റ്, അതിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത് എത്രയായിരിക്കും? 2 raised to n. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഫോം ഇഫ് ഫ്രം എ സെറ്റ് ഹാവിംഗ് n എലമെന്റ്സ് എന്താണ്? 2 raised to n. ഇനി നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്, അതായത് പ്രോപ്പർ സബ്സെറ്റ്സ് എത്ര എണ്ണം നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഇല്ലേ 2 raised to n, അതിന്ന് 1 ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. 2 raised to n minus 1. ഇതാണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ സെറ്റ്സിന്റെ ഇതേപോലെ ടൈപ്സ്. ഇതിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ യൂണിവേഴ്സൽ നമ്മൾ യു ആണ് ഡിനോട്ട് ചെയ്യുക, അതായത് എല്ലാ പോസിബിൾ എലമെന്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സെറ്റ്, അതിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റ്സ് ഡിസ്ജോയിന്റ് ആവുന്നത് എപ്പോഴാണ്? അവർ തമ്മിൽ ഒരു കോമൺ എലമെന്റ്സും എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് ഇന്റർസെക്ഷൻ ഓഫ് ബോത്ത് ദ സെറ്റ്സ് വിൽ ബി നൾ. ഓക്കെ, എം ടി ആയിരിക്കും, കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്നാണ് പറയാം. ഇനി നമുക്ക് ഇന്റർവെൽസ് ഡിസ്കസ് ചെയ്യാം. ആർ എന്ന് പറയുന്നതിന്റെ ഇന്റർവെൽസ് ഡിസ്കസ് ചെയ്യാം. നമ്മളിവിടെ ബേസിക് ആയിട്ട് ജസ്റ്റ് ഒരു ആർ, ഏത് വേണമെങ്കിലും നൊട്ടേഷൻ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ജസ്റ്റ് ആറായിട്ട് മെൻഷൻ ചെയ്തു മാത്രം. ആർ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സിന്റെ ഇന്റർവെൽസ് ഏതൊക്കെയാണ് വരുന്നത്? മെയിൻ ആയിട്ട് ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്, ഓപ്പൺ ഇന്റർവെൽ, സെമി ഓപ്പൺ ഓർ സെമി ക്ലോസ്ഡ് ഇന്റർവെൽ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ക്ലോസ്ഡ് ഇന്റർവെൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇതേപോലെ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? സ്ക്വയർ ബ്രാക്കറ്റ് A, B എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് both A and B, also values between A and B, all are included. അതാണ് മീനിങ്. അതുകൊണ്ടാണ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു X ലെസ് ദാൻ ഓർ ഈക്വൽ ടു B പറഞ്ഞിട്ടുള്ളത്. മീനിങ് എന്താ? കാരണം X എന്ന് പറയുന്നത് ബിറ്റ്വീൻ A ആൻഡ് B ഉണ്ട്, അത് മാത്രമല്ല ഈക്വൽ ടു എയും ഈക്വൽ ടു ബിയും, ഈ രണ്ട് എൻ പോയിന്റ്സും ഇൻക്ലൂസീവ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പയർ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇന്റർവെലിന്റെ കേസാണ്. ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഇതേപോലെ റൗണ്ട് ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ A, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ എൻ പോയിന്റ്സിലെ എയും ബിയും അതൊരിക്കലും ഇൻക്ലൂഡഡ് അല്ല, പക്ഷെ ഇൻ ബിറ്റ്വീൻ വാല്യൂസ് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് A, B റൗണ്ട് ബ്രാക്കറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഇറ്റ് ഈസ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് എന്ന് പറയുന്ന എലമെന്റ് എന്തായാലും ആർ എന്ന് പറയുന്ന സെറ്റിലുള്ളതായിരിക്കും, പക്ഷെ എക്സിന്റെ വാല്യൂ ഏത് റേഞ്ചിലായിരിക്കും? എയുടെയും ബിയുടെയും ഇടയിലുള്ള വാല്യൂസ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ വാല്യൂസ് ആണ്, ഒരിക്കലും എയും ബിയും ഇൻക്ലൂസീവ് അല്ല. നെക്സ്റ്റ്, സെമി ഓപ്പൺ ഓർ സെമി ക്ലോസ്ഡ് ഇന്റർവെൽസ്. അത് നമുക്കിപ്പോൾ അറിയാം, ആ പേരിൽ തന്നെയുണ്ട്, സെമി ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ ഹാഫ് ക്ലോസ്ഡ്, ഹാഫ് ഓപ്പൺ അങ്ങനെ. സോ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് റൗണ്ട് ബ്രാക്കറ്റ് A, B സ്ക്വയർ ബ്രാക്കറ്റ്. അങ്ങനെയാണ് ഈ മീനിങ് എന്താ? റൗണ്ട് ബ്രാക്കറ്റ് A അല്ല, സോ അതിന്റെ മീനിങ് A എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് അല്ല. മനസ്സിലായോ? നെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് B ആണ്, ദാറ്റ് മീൻസ് B ഇസ് ഇൻക്ലൂഡഡ്. പിന്നെ അത് മാത്രമല്ല A ആൻഡ് ബിയുടെ ഇടയിലുള്ള വാല്യൂസ്. അതേപോലെ സ്ക്വയർ ബ്രാക്കറ്റ് A, B റൗണ്ട് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എന്താ? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. ഇവിടെ A ഇൻക്ലൂസീവ് ആണ്, പക്ഷെ B ഇൻക്ലൂഡഡ് അല്ല, ഇൻ ബിറ്റ്വീൻ വാല്യൂസും ഇൻക്ലൂസീവ് ആണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സെറ്റിലുള്ളത് എന്താ? വെൻ ഡയഗ്രാം ആണ്. ഇപ്പോൾ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് എന്താ? ബേസിക്കലി ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ്. സെറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മളൊരു ഡയഗ്രമാറ്റിക് അല്ലെങ്കിൽ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്? വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് രണ്ട് സെറ്റ്സോ രണ്ടിൽ കൂടുതൽ സെറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയണമെങ്കിൽ എപ്പോഴും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വെൻ ഡയഗ്രാം ആണ്. നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് റിലേഷൻഷിപ്പ് മനസ്സിലാവാൻ പറ്റും. ഇവിടെ ബേസിക് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഒരു റെക്റ്റാങ്കിൾ ആണ്, അതിനെ നമ്മളൊരു യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്താ? ഓൾ പോസിബിൾ എലമെന്റ്സിന്റെ സെറ്റ് അല്ലെ. ഇനി അതിൽ ജസ്റ്റ് ഒരു
സർക്കിൾ ആയിട്ട് ഒരു സബ്സെറ്റ് എ എന്ന് പറയുന്നത് ഒരു സെറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് സബ്സെറ്റ് ആണ്. കാരണം എന്താ, ഈ യൂണിവേഴ്സൽ സെറ്റിൽ ഇൻക്ലൂസീവ് ആയിട്ടാണ് എ കാണിച്ചിരിക്കുന്നത്. സോ എ എന്ന് പറയുന്നത് എന്തായാലും സബ്സെറ്റ് ഓഫ് യു ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആണ്. അപ്പോൾ സെറ്റ്സിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് മെയിൻ ആയിട്ട് യൂണിയനും പിന്നെ ഇന്റർസെക്ഷനും ആണുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ഡിനോട്ട് ചെയ്യുന്നത് എ യൂണിയൻ ബി ആണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് ദാറ്റ് ആർ എയ്തർ ഇൻ എ ഓർ ഇൻ ബി ഓർ ബോത്ത് ഇൻ എ ആൻഡ് ബി. ക്ലിയർ ആയില്ല? ഒന്നെങ്കിൽ എയിലെ എലമെന്റ്സ് അല്ലെങ്കിൽ ബിയിലെ എലമെന്റ്സ് അല്ലെങ്കിൽ എ ആൻഡ് ബി രണ്ടിലത്തെയും കൂടിയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഇപ്പൊ ഈ ഡയഗ്രാം വെൻ ഡയഗ്രത്തിൽ യെല്ലോ ഷെയ്ഡഡ് പോർഷൻസ് ഇല്ലേ, അപ്പൊ അത് തന്നെയാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഇൻക്ലൂഡഡ് ആണ് എയിലെയും ബിയിലെയും എലമെന്റ്സ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ലോസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ എ യൂണിയൻ നൾ എന്ന് പറയുന്നത് എ തന്നെയാണ്. അതിനെയാണ് ഐഡന്റിറ്റി ലോ എന്ന് മെൻഷൻ ചെയ്യുന്നത്. എ യൂണിയൻ നൾ. നൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം ടി ആണ് അല്ലെ, എം ടി നൾ സെറ്റ് ഒന്നുമില്ല. സോ എ യൂണിയൻ നൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എയിലത്തെ എലമെന്റ്സ് അല്ലെങ്കിൽ നള്ളിലത്തെ എലമെന്റ്സ്, അതായത് എന്താ ശരിക്കും അല്ലെങ്കിൽ ബോത്ത്. അപ്പൊ ഇവിടെ എയിലത്തെ എലമെന്റ്സ് തന്നെ വരും. അപ്പൊ അതിനാണ് ഐഡന്റിറ്റി ലോ എന്ന് പറയുന്നത്. അതുപോലെ യു യൂണിയൻ എ. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്, ഓൾ പോസിബിൾ എലമെന്റ്സ്. അത് യൂണിയൻ എ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പൊ എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താ വരിക, യു തന്നെയാണ് വരിക. അപ്പൊ അതിനെ യൂണിവേഴ്സൽ ലോ എന്നാണ് പറയുന്നത്. എ യൂണിയൻ എ എന്തായിരിക്കും? നമുക്കറിയാം എ തന്നെയായിരിക്കും. അതിനെ ഐഡം ക്വസ്റ്റൻ ലോ എന്ന് പറയും. നെക്സ്റ്റ് എ യൂണിയൻ ബി, അതിനെ നമുക്ക് ബി യൂണിയൻ എ എന്നും എഴുതാം. സെയിം തന്നെയാണ്, ഈക്വൽ ആണ്. എ യൂണിയൻ ബി is equal to ബി യൂണിയൻ എ, that is commutative law. Next A union B union C, it can be written as A union B union C. Okay, അപ്പോൾ ആ ഗ്രൂപ്പിംഗ് മാറിയാലും സെയിം തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതിനാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് യൂണിയൻ ഓഫ് സെറ്റ്സ് വരുന്നത്. ഇനി ഇതിനെ കമ്പയർ ചെയ്ത് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എ ഇന്റർസെക്ഷൻ ബി, ഇതാണ് നമ്മൾ ഇന്റർസെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ. സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് ദാറ്റ് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. ക്ലിയർ ആയല്ലോ? എ ആൻഡ് ബി രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമാണ് ഇന്റർസെക്ഷനിൽ ഉണ്ടാവുക. സോ ഇവിടെ യെല്ലോ ഷെയ്ഡഡ് റീജിയൻ എ ആൻഡ് ബിക്ക് കോമൺ ആയിട്ടുള്ള റീജിയൻ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഈ രണ്ട് സെറ്റ്സിന് കോമൺ ആയിട്ടുള്ള റീജിയൻ, അതാണ് യെല്ലോ ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ വരുള്ളൂ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോസ് ആണ്. നമ്മൾ ഓൾറെഡി യൂണിയൻ ഓഫ് സെറ്റ്സിനെ ഡിസ്കസ് ചെയ്ത ആ സെയിം ലോസ് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. അതായത് ഫസ്റ്റ് വൺ ഐഡന്റിറ്റി ലോ, ജസ്റ്റ് യൂണിയന് പകരം ഇന്റർസെക്ഷൻ വരുന്നു. എ ഇന്റർസെക്ഷൻ നൾ എന്ന് പറയുന്നത് എ ആണ്, യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് യു ആണ്, എ ഇന്റർസെക്ഷൻ എ എന്താ എ തന്നെയാണ്. ദെൻ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ആൻഡ് എക്സ്ട്രാ രണ്ട് ലോസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, അതായത് ഇവിടെ ഇന്റർസെക്ഷനും യൂണിയനും രണ്ട് പ്രോപ്പർട്ടിയും ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ക്യാൻ ബി റിട്ടൺ ആസ് എ ഇന്റർസെക്ഷൻ ബി. നമ്മൾ ഈ ഇന്റർസെക്ഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ യൂണിയൻ ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇന്റർസെക്ഷന് പകരം യൂണിയൻ, യൂണിയന് പകരം ഇന്റർസെക്ഷൻ. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. കമ്പയർ ചെയ്താൽ വളരെ എളുപ്പമാണ്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി വന്നാൽ എങ്ങനെ നമുക്ക് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റും? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. നെക്സ്റ്റ് നമ്മൾ രണ്ട് സെറ്റ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? എ മൈനസ് ബി ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതായത് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എയും ബി കോംപ്ലിമെന്റും രണ്ടിനും ഇന്റർസെക്ഷൻ കോമൺ ആയിട്ടുള്ള റീജിയൻ, ഓക്കെ, കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, അതാണ് പറയുന്നത്. അപ്പൊ വെൻ ഡയഗ്രം നോക്കിയാൽ കുറച്ചും കൂടി ക്ലിയർ ആയി മനസ്സിലാവും. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് റെക്ടാങ്കിളിൽ. അതിൽ വരുന്ന രണ്ട് സെറ്റ്സ് ആണ് എയും ബിയും. ഇനി എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ? എയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ്സ്, പക്ഷെ ബിയിൽ ഒരിക്കലും ഇൻക്ലൂഡഡ് ആവാൻ പാടില്ല. സോ ഇത്രയും പോർഷൻ നമുക്ക് ഓക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയല്ലോ? സോ ഈ ഒരു പോർഷൻ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ? അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ശരിയല്ലേ? ഈ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ കോംപ്ലിമെന്റ് കൂടി പറഞ്ഞുതരാം. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എലമെന്റ്സ് ആണ്. ഇപ്പോൾ ഇവിടെ ബി കോംപ്ലിമെന്റ് ഇല്ല, അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റ്, ഓക്കെ, ആ സെറ്റിൽ ഇല്ലാത്ത എലമെന്റ്സ് ആണ് ബി കോംപ്ലിമെന്റിൽ വരിക.
ക്ലിയർ ആയല്ലോ? അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് മൈനസ് ബി ആയതുകൊണ്ട് ഏതാണ് മൈനസ് കഴിഞ്ഞിട്ട് വരുന്നത് അതിന്റെ കോംപ്ലിമെന്റ് എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് സെറ്റും ഈ ഒരു സെറ്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, അതാണ് റീജിയൻ റൂൾ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ കോംപ്ലിമെന്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. സോ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എലമെന്റ്സ് ആണ് അതിന്റെ കോംപ്ലിമെന്റ്. For every A, there exists a unique set A complement with respect to U. അപ്പോൾ ഏതൊരു സെറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ഒരു കോംപ്ലിമെന്റ് സെറ്റ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എ യൂണിയൻ എ കോംപ്ലിമെന്റ്, അത് യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്താ പറയുക? യൂണിവേഴ്സൽ സെറ്റ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്, എയും എ കോംപ്ലിമെന്റും കോമൺ ആയിട്ട് എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ? ഇല്ല, നള്ളാണ് അല്ലേ? സോ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് നള്ളാണ്. നെക്സ്റ്റ് ഡി മോർഗൻസ് ലോസ് നമുക്ക് നോക്കാം, അത് അപ്ലൈ ചെയ്യേണ്ടി വരും പ്രോബ്ലംസിൽ. ഇപ്പൊ രണ്ട് ലോസ് ഉണ്ട്, ഡി മോർഗൻസ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ. ഓക്കെ, ജസ്റ്റ് രണ്ട് ലോസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ക്ലിയർ ആയല്ലോ? ഇവിടെ ഇന്റർസെക്ഷൻ യൂണിയൻ ആണ് വന്നത്, അത് എന്നിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഇന്റർസെക്ഷൻ ആയിട്ടാണ്. അത് ക്ലിയർ ആയി പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ഇതിന്റെ റിവേഴ്സ് കേസ്, അതായത് യൂണിയന് പകരം ഇന്റർസെക്ഷൻ. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്, ഹോൾ കോംപ്ലിമെന്റ് ആണ് കേട്ടോ, ബ്രാക്കറ്റ് ഹോൾ കോംപ്ലിമെന്റ് ആണ്, തെറ്റരുത്. ഇസ് ഈക്വൽ ടു, ഇനി ആ ഇന്റർസെക്ഷൻ ഉള്ളത് എന്തോ യൂണിയൻ എ കോംപ്ലിമെന്റ്, പിന്നെ കോംപ്ലിമെന്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം നൾ സെറ്റ് ഒന്നുമില്ല, അതിന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതുപോലെ നേരെ തിരിച്ച് യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്താ? നൾ സെറ്റ്. ഇനി കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ കോംപ്ലിമെന്റ് ക്യാൻസൽ ആവും, ദാറ്റ് മീൻസ് എ ആ സെയിം സെറ്റ് തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, റിലേഷൻസ്. ഓർഡർഡ് പെയർ, അതായത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്യാം. ഓർഡർഡ് പെയർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് ഓർ എലമെന്റ്സ് ഗ്രൂപ്പ് ഇൻ പെർട്ടിക്കുലർ ഓർഡർ. അപ്പൊ എ കോമ ബി എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് ഡിനോട്ട് ചെയ്യാം, അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർഡ് പെയർ ആണ്. ഇപ്പൊ എ എന്ന് പറയുന്നത് ഒരു സെറ്റിൽ എലമെന്റ്സും ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ ഈ രണ്ടിൽ നിന്നും ഓരോ എലമെന്റ്സ് നമ്മൾ പെയർ ആയിട്ട് ഓർഡർഡ് ആയിട്ട് എഴുതുക, അതിനെയാണ് ഓർഡർഡ് പെയർ പറയുന്നത്. നെക്സ്റ്റ് കാർട്ടീഷ്യൻ ഓർ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ്. ഇപ്പൊ രണ്ട് സെറ്റ് ഉണ്ട്, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി. ഓക്കെ, ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ്സ്. അപ്പൊ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ എ ക്രോസ് ബി, ഇപ്പൊ രണ്ട് സെറ്റ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ദ ഓർഡർഡ് പെയർസ് ആണ്. നമ്മളിപ്പോ ഈ പറഞ്ഞില്ലേ എ കോമ ബി, ആ ഓർഡർഡ് പെയറിന്റെ സെറ്റിനെയാണ് നമ്മൾ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ് ആണ്, അതുപോലെ ബി എന്ന് പറയുന്നത് ബിയിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ രണ്ട് നോൺ എംപ്റ്റി സെറ്റ്സ് എ ആൻഡ് ബി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഈ പറഞ്ഞ ക്രോസ് പ്രോഡക്റ്റ് ഇല്ലേ, ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് ഓർഡർഡ് പെയർ ആണെന്ന് അറിയാം, ആണല്ലോ. അപ്പോൾ ഇതിന്റെ സബ്സെറ്റ് ആയിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല? അപ്പൊ ശരിക്കും പറഞ്ഞാൽ എ ആൻഡ് ബി എന്ന് പറയുന്നത് രണ്ട് നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്. അപ്പൊ ഒരു റിലേഷൻ, ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ? അവരുടെ ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സോ ആർ വിൽ ബി a subset of A cross B. ക്ലിയർ ആയല്ലോ? അപ്പൊ ആറിലും ഈ പറഞ്ഞ ഓർഡർ പെയർസ് തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ശരിക്കും പറഞ്ഞത് സബ്സെറ്റ് ഓഫ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ദ സെറ്റ്സ് ആണ്. നെക്സ്റ്റ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് റിലേഷൻസ് നോക്കാം. ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കമ്പോണൻസ് ഓർ കോർഡിനേറ്റ്സ് ഓഫ് ദ ഓർഡർഡ് പെയർസ്. ഓക്കെ, അതായത് ഇപ്പൊ ആറ് നമ്മൾ പറഞ്ഞ എന്താണ് ഡിഫൈൻ ചെയ്തു, സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. ഇപ്പൊ ആറിലുള്ള ഓർഡർ പെയർസ് ഉണ്ടല്ലോ, അപ്പൊ അതിലത്തെ ഫസ്റ്റ് കമ്പോണൻസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് എ കോമ ബി ആണെങ്കിൽ അതിലത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് കമ്പോണൻസ് എ ആണ്, ശരിയല്ല? അപ്പൊ ഡൊമെയിൻ ഓഫ് ആർ എന്താ? സെറ്റ് ഓഫ് ഫസ്റ്റ് കമ്പോണൻസ്, അതായത് എ. ഓക്കെ, such that a comma b എന്താ belongs to R. ഇപ്പൊ R എന്ന് പറയുന്ന റിലേഷനിൽ നമുക്കറിയാം a comma b എന്ന് പറയുന്ന ഓർഡർ പെയർസ് ഉണ്ട്, സബ്സെറ്റ് ഓഫ് a ക്രോസ് b ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിലത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് കമ്പോണൻസ് എന്ന a ആണ് വരിക. a comma b ലെ ഫസ്റ്റ് സെറ്റ് ഓഫ് കമ്പോണൻസ് a അല്ല. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ a ആണ്. നെക്സ്റ്റ് അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് കമ്പോണൻസ് ആണ്. ദാറ്റ് മീൻസ് a comma b ലെ സെക്കൻഡ് കമ്പോണന്റ് എന്താ? b ആണ്. സോ റേഞ്ച് ഓഫ് R എന്ന് പറയുന്നത് സെറ്റ് B ആണ്, where a comma b belongs to R. നെക്സ്റ്റ് നമ്മൾ A എന്ന് പറയുന്നത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ, അതായത് A എന്ന് പറയുന്ന സെറ്റിൽ n എലമെന്റ്സ് ഉണ്ട്, അതുപോലെ B എന്ന് പറയുന്ന സെറ്റിൽ m എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം A ടു B. എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് നമുക്ക് കിട്ടും?
2 raised to mn. Clear ആയല്ലോ? 2 raised to m into n. Okay. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. അതിൽ എക്ക് n എലമെന്റ്സും ബിക്ക് m എലമെന്റ്സ് ആണെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് റിലേഷൻസിലെ ബേസിക് ടൈപ്സ് നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് വൺ എംപ്റ്റി ഓർ വോയിഡ് റിലേഷൻ. നമുക്കറിയാം എലമെന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താ, അതിലേക്ക് നോ എലമെന്റ് ഇസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ. അതുകൊണ്ടാണ് അതിനെ എംപ്റ്റി ഓർ വോയിഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഒരു എലമെന്റും ഒരു എലമെന്റിലേക്കും റിലേറ്റഡ് അല്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ് യൂണിവേഴ്സൽ റിലേഷൻ എന്തായിരിക്കും? എ ക്രോസ് എ തന്നെ ആയിരിക്കും അല്ലെ. അതായത് എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആയിട്ട് ഓർഡർ പെയർസ്. അപ്പൊ അതെന്ന് പറയുന്നത് റിലേഷൻ ഓൺ എ തന്നെ ആയിരിക്കും. അതിന് തന്നെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐഡന്റിറ്റി റിലേഷൻ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എവറി എലമെന്റ് ഓഫ് എ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ഓൺലി. അതായത് ആ ഒരു സെറ്റിലെ എലമെന്റ്സ് ആയിട്ട് മാത്രമേ റിലേഷൻ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സെറ്റ്, അതിലെ എലമെന്റ്സ് ആണ് 1, 2, 3. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്ന റിലേഷൻ ആ സെറ്റ് എന്തായിരിക്കും? 1,1, 2,2, 3,3. അതായത് ആ സെയിം എലമെന്റ് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇപ്പോൾ 1, 2, 3 ആണ് എലമെന്റ്സ് എങ്കിൽ 1, 1 ആയിട്ട് തന്നെ റിലേഷൻ ഓക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കണം. 2,2, 3, 3 ആയിട്ട് തന്നെ അസോസിയേറ്റഡ്. സോ അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ. അതായത് എവറി എലമെന്റ് ഓഫ് എ ഇസ് റിലേറ്റഡ് ഓർ മാപ്ഡ് ടു ഇറ്റ് സെൽഫ്. ഈ ഇറ്റ് സെൽഫ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതേ സെയിം സെറ്റിലെ എലമെന്റ്സ് കേട്ടോ. അതായത് സെയിം എലമെന്റ് അല്ല, സെയിം എലമെന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഐഡന്റിറ്റി റിലേഷൻ ആണ്. അതായത് 1,1, 2,2 പറയുന്നത്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് 0, 1, 2 ആണ്. എ എന്ന് പറയുന്നത് സെറ്റ് 0, 1, 2 ആണ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ ആറിൽ സെറ്റ് എന്ന് പറയുന്നത് 0,0, 1,2, 1,1, 2,2. ഇപ്പൊ ഇത്രയും എലമെന്റ്സ് ഉണ്ട് വിചാരിക്കാം. സോ ദാറ്റ് മീൻസ് ഈ ആർ എന്ന് പറയുന്നത് എന്താ, റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. കാരണം എന്താ, ഈ പറഞ്ഞ 0, 1, 2 എല്ലാം ഓർഡർ പേഴ്സിലും ഈ എലമെന്റ്സ് തമ്മിലുള്ള റിലേഷൻ ആണ് ഇതിവിടെ എക്സ്പ്രസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിമെട്രിക് റിലേഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ 1, 4, 5, 7 ഓക്കെ ഇത്രയും എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ ആർ എന്ന് പറയുന്ന റിലേഷനിൽ വരുന്ന എലമെന്റ്സ് നമുക്ക് നോക്കാം. 1,5, 5,1, 4,7, 7,4. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. കാരണം എന്താ, ഇപ്പൊ 1,5 ഒപ്പം തന്നെ അതിന്റെ നേരെ തിരിച്ച് A, B, B, A ഇങ്ങനെ പേഴ്സ് ആയിട്ട് വന്നിട്ടോ നോക്കാം. ഓക്കെ, അതുപോലെ 4,7 7,4 വന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഈ ആർ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ. അതായത് ഒരു സെറ്റ് എന്ന് പറയുന്നത് സപ്പോസ് ലെറ്റ് ഇറ്റ് ബി 4, 5, 6. അതിൽ ഓർഡർ പെയർ 4, 5 ഓക്കെ. അതായത് റിലേഷൻ 4, 5 ഓൾസോ 5, 6. ഇപ്പൊ നമുക്ക് ആർ എന്നുള്ള റിലേഷനിൽ 4, 5, 5, 6 ഉണ്ട്. അത് സെറ്റ് ആറിൽ തന്നെയാണ് ഉള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ദിസ് സെറ്റ് അല്ലെങ്കിൽ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ 4, 6 എന്നുള്ള ഓർഡർ പെയർ കൂടി ഈ റിലേഷനിൽ ഉണ്ടാവണം. ക്ലിയർ ആയല്ലോ? ഇപ്പൊ 4, 5, 6 എന്ന് പറഞ്ഞ എലമെന്റ്സിൽ 4, 5 അതുപോലെ 5, 6 ഓക്കെ. ഇപ്പൊ നമ്മളിവിടെ പറയുകയാണെങ്കിൽ A, B ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ B, C ഇതെല്ലാം ഇത് രണ്ടും ആറിലുണ്ട്. ഇനി പറഞ്ഞ ആറ് ഇതേപോലെ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ അതിൽ ഒരു പെയറും കൂടി, അതായത് A, C എന്ന് പറയുന്ന ഒരു ഓർഡർ പെയറും കൂടി അതിൽ ഇൻക്ലൂസീവ് ആവണം. അങ്ങനെയാണെങ്കിൽ അതിനെ ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഈക്വലൻസ് റിലേഷൻ. A relation R on a set A is said to be equivalence relation if it is reflexive, symmetric, transitive. ഇത് ഓരോന്നും പറയേണ്ട ആവശ്യമില്ല. റിഫ്ലെക്സീവ് എന്താണ്, സിമെട്രിക് എന്താണ്, ട്രാൻസിറ്റീവ് എന്താണ് മനസ്സിലായി. ഈ മൂന്നും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആറിന് നമ്മൾ എന്താ പറയാ, ഈക്വലൻസ് റിലേഷൻ എന്നാണ് പറയാം. ഇനി ഇൻവേഴ്സ് റിലേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ആർ എന്ന് പറയുന്നത് A to Bയിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് നേരെ തിരിച്ച് B to Aയിലുള്ള റിലേഷനെയാണ് ആർ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. സോ നമുക്ക് A, B ആണ് ആറിൽ ഉണ്ടാവുക. അപ്പൊ ആർ ഇൻവേഴ്സിൽ എന്താ ഉണ്ടാവുക, B, A ആണ് ആർ ഇൻവേഴ്സിൽ ഉണ്ടാവുക. ഇത്രയും. നെക്സ്റ്റ് കോമ്പോസിഷൻ ഓഫ് റിലേഷൻസ്. അതായത് രണ്ട് റിലേഷൻസ് കൺസിഡർ ചെയ്യാം. ഒന്ന് ആറും ഒന്ന് എസും കൺസിഡർ ചെയ്യാം. രണ്ട് റിലേഷൻസ് ഉണ്ട്, ആറും എസ്. ആർ എന്ന് പറയുന്ന റിലേഷൻ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. ഓക്കെ, അതായത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി അതിന്റെ സബ്സെറ്റ് ആണ് ആർ.
അതുപോലെ എസ് എന്ന് പറയുന്നത് ബി ക്രോസ് സിയുടെ സബ്സെറ്റ് ആണ്. ഈ രണ്ട് റിലേഷൻസ് ക്ലിയർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കോമ്പോസിറ്റ് റിലേഷൻ ഓഫ് ആർ ആൻഡ് എസ് അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എസ് നോട്ട് ആർ എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് റിലേഷൻ, അതായത് ഈ രണ്ട് റിലേഷൻസും തമ്മിലുള്ള കോമ്പോസിഷൻ, അതെന്ന് പറയുന്നത് എന്തായിരിക്കും? സബ്സെറ്റ് ഓഫ് എ ക്രോസ് സി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. സോ അതിന്റെ മീനിങ് എന്താ? എ ക്രോസ് സി എന്ന് പറയുമ്പോൾ എ കോമ സി ഓർഡർ പെയർസ് ആയിട്ടാണ് കിട്ടുക. സോ എസ് നോട്ട് ആർ, അതായത് കോമ്പോസിഷൻ ഓഫ് എസ് ആൻഡ് ആർ എന്ന് പറയുന്നത് എന്താ? എ കോമ സി ആയിരിക്കും. എ കോമ ബി ബിലോങ്സ് ടു ആറും ബി കോമ സി ബിലോങ്സ് ടു എസ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫങ്ഷൻസ്. ഇപ്പൊ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് a rule that associates each element of A to a unique element of B. അപ്പോൾ നമ്മളിപ്പോൾ റിലേഷൻസും ഇതേപോലെ നോക്കി. ഇപ്പോൾ ബേസിക് ഒരു ഡിഫറൻസ് എന്താ? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് രണ്ടും ഒരു അസോസിയേഷൻ ഓഫ് എലമെന്റ്സ് ആണ് അല്ലെ? പക്ഷെ ഈ പറയുന്ന പോലെ റിലേഷൻസിൽ ഒരു പക്ഷെ ഒരു ഇൻപുട്ടിന് കുറേ ഔട്ട്പുട്ട്സ് ഉണ്ടാവും. പക്ഷെ ഫങ്ഷൻസിന്റെ കേസിൽ ഒരു ഇൻപുട്ടിന് ഒരു സ്പെസിഫിക് ഒരു യൂണിക് ഔട്ട്പുട്ട് ആണ് ഉണ്ടാവും. അതാണ് ഒരു ബേസിക് ഡിഫറൻസ്. ഓക്കെ, സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഫംഗ്ഷന്റെ കേസിൽ ഡൊമെയിൻ ആൻഡ് കോ ഡൊമെയിൻ ഈ രണ്ട് ടേംസ് ആണ്. ഇതിൽ ഡൊമെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു സെറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലെ എലമെന്റ്സ് ആണ് എ ബി സി. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് ഡി ഇ എഫ് ജി എച്ച്. ഇനി ഇത് രണ്ടും തമ്മിൽ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ മാപ്പിംഗ് നടന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അതാണ് ഈ ലൈൻസ് ആൻഡ് ആരോസ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എലമെന്റ്സ് ഫ്രം എ അസോസിയേറ്റഡ് ടു എലമെന്റ്സ് ഇൻ ബി, ശരിയല്ലേ? അപ്പൊ ഇവിടെ എലമെന്റ്സ് ഓഫ് എ അതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് എ ടു ബി ആണ് ഇവിടെ മാപ്പിംഗ് നടക്കുന്നതെങ്കിൽ അതിൽ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും അതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നതും സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയാണ് നമ്മൾ കോ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനി റേഞ്ച് എന്ന് പറയുന്ന ടേം എന്താ? സബ്സെറ്റ് ഓഫ് ബി കണ്ടെയ്നിങ് ഓൺലി ദ ഇമേജസ് ഓഫ് എലമെന്റ്സ് ഓഫ് എ. അപ്പൊ നിങ്ങൾക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ അറിയാം. അതായത് ഏതൊക്കെ എലമെന്റ്സ് എയിൽ നിന്നാണ് ബിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ളത്? എ ടു ഇ, അതുപോലെ ബി ടു ഡി, സി ടു എഫ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡി ഇ എഫ് ഈ എലമെന്റ്സ് ആണ് മാപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് സബ്സെറ്റ് ഓഫ് ബി കണ്ടെയ്നിങ് ഓൺലി ദ ഇമേജസ് ഓഫ് എലമെന്റ്സ് ഓഫ് എ. സോ ഇവിടെ അത് ക്ലിയർ ആണ്, ഡി ഇ എഫ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഓരോന്നും ഇപ്പോൾ ഫംഗ്ഷൻസിലും പല ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ടു വൺ. ഓക്കെ, വൺ ടു വൺ ഫംഗ്ഷൻ ആണ്. ഇൻജെക്റ്റീവ് എന്നുള്ള ടേം, ഈ ടേംസും നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം നമുക്കതിപ്പോൾ ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇൻജെക്റ്റീവ് നമുക്കും ചോദിക്കാം. സോ അത് വൺ ടു വൺ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇൻജെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിലും ഡയഗ്രാം റെപ്രസെന്റ് ചെയ്തിട്ടുള്ള അതും കൂടി കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ എ ഹാവ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയും ബിയും രണ്ട് സെറ്റ്സ് ആണ്. അതിൽ എയിൽ ഓരോ എലമെന്റിനും ബിയിൽ ഓരോ യുണീക്ക് എലമെന്റ് ഡിഫറെന്റ് ഇമേജസ് ഉണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. ഓക്കെ, അതായത് സെയിം എലമെന്റിന് വേറെ ഡിഫറെന്റ്, അതായത് റിപ്പീറ്റഡ് ഇമേജസ് വരുന്നില്ല. ഇപ്പൊ എ വണ്ണിലേക്കാണ്, ബി ടൂയിലേക്കാണ്, സി ത്രീയിലേക്കാണ്. ക്ലിയർ ആയി? ഇപ്പൊ സി എന്ന് പറയുന്നത് ടൂയിലേക്കാണെങ്കിൽ നമുക്കത് വൺ ടു വൺ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് 1 to 1. ദാറ്റ് മീൻസ് വാട്ട്? ഈച്ച് എലമെന്റ് ഹാവ് യുണീക് ഇമേജ്. ഈച്ച് ഇമേജ് അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഇൻടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? there exists at least one element, at least പറഞ്ഞാൽ മിനിമം അല്ലെ? ഒരു എലമെന്റ് എങ്കിലും ബിയിൽ ഉണ്ടാവും that does not have any pre-image in A. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ആൻഡ് ബി എലമെന്റ്സ് കണ്ടല്ലോ, എ ബി സി. ബിയിൽ വരുന്ന എലമെന്റ്സ് 1 2 3. സോ എ ആൻഡ് ബി ഹിയർ ആർ മാപ്ഡ് ടു 1. അപ്പോൾ ഞാൻ നേരത്തെ 1 to 1 പറഞ്ഞില്ലേ? അപ്പോൾ ഇത് 1 to 1 അല്ല, കാരണം എയും ബിയും രണ്ടിന്റെയും ഇമേജ് 1 ആണ്. അങ്ങനെ വരാൻ പാടില്ല. 1 to 1 എല്ലാം സെപ്പറേറ്റ് ഡിഫറെന്റ് ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇൻടുയുടെ കേസിൽ എ ആൻഡ് ബി ബോത്ത് ആർ മാപ്ഡ് ടു 1. നെക്സ്റ്റ് സി ഈസ് മാപ്ഡ് ടു 2. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 എന്ന് പറയുന്ന എലമെന്റിന് എന്തെങ്കിലും മാപ്പിംഗ് ഉണ്ടോ? ഇല്ല. സോ അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും വിത്തൗട്ട് എനി മാപ്പിംഗ് ഫ്രം എ എക്സിസ്റ്റ് ചെയ്യും. അതിനെയാണ് ഇൻടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ടു ഓർ സർജക്റ്റീവ്. ഈച്ച് എലമെന്റ് ഇൻ ബി ഇസ് ദ ഇമേജ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് ഓഫ് എ. ക്ലിയർ ആയല്ലോ? അതായത് എന്തായാലും ഇപ്പൊ ഇവിടെ എയും ബിയും കാണിച്ചിട്ടുണ്ട്. എയിൽ എ ബി സി ഉണ്ട്, ബിയിൽ 1 2 ഉണ്ട്, രണ്ട് എലമെന്റ്സ്. അപ്പോൾ എ ആൻഡ് ബി ബോത്ത് ആർ മാപ്പ് ടു 1.
സി ആണെങ്കിൽ മാപ്പ് ടു 2. അപ്പോൾ ഇവിടെ ഇനി ബിയിൽ എന്തെങ്കിലും എലമെന്റ്സ് ബാക്കിയുണ്ടോ മാപ്പിംഗ് ചെയ്യാൻ? ഇല്ല. സോ ദാറ്റ് മീൻസ് ബിയിലെ ഓരോ എലമെന്റിന് അറ്റ്ലീസ്റ്റ് ഒരു ഇമേജ് എന്തായാലും എയിൽ നിന്നുണ്ടാവും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ, മെനി ടു വൺ ഫംഗ്ഷൻ. മെനി ടു വൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ടു വൺ, ദാറ്റ് മീൻസ് 2 or more different elements in A have the same image in B. ക്ലിയർ ആയല്ലോ? അതായത് മെനി, ഇപ്പൊ എയിലുള്ള കുറെ എലമെന്റ്സിന്, ഇപ്പൊ എയും ബിയും പറഞ്ഞു, ഇവിടെ ജസ്റ്റ് എക്സ് ആൻഡ് വൈ മെൻഷൻ ചെയ്തു, എന്താണെങ്കിലും കുഴപ്പമില്ല, ജനറൽ നൊട്ടേഷൻ. അപ്പൊ ഇവിടെ എ ആൻഡ് ബി ആയിട്ട് കൺസിഡർ ചെയ്താലും മതി, കൺഫ്യൂസ്ഡ് ആവണ്ട, കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ എയിൽ ഇവിടെ എത്ര എലമെന്റ്സ്? ഇപ്പോൾ 1 2 3 4 5 എലമെന്റ്സ് കാണിച്ചിട്ടുണ്ട്. ബിയിൽ അതുപോലെ എക്സ് വൈ സെഡ്, ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ലേബിൾസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, എന്ത് വേണമെങ്കിലും ആവാം. സോ ഇവിടെ എന്തായാലും 2 or more different elements in എക്ക് സെയിം ഇമേജ് ആണ് ബിയിലുള്ളത്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിയിലെ ഒരു എലമെന്റ് എക്സ്, ഓക്കെ, അത് ഇമേജ് ഏതെല്ലാം എലമെന്റ്സിന്റെ തന്നെ? 1 2 3 അല്ലെ? 3 elements in A have the same image X in B. ഇതിനെയാണ് many to one എന്ന് പറയുന്നത്. ഇനി ബൈജക്റ്റീവ് 1 to 1 and on to. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 1 on to. ഇപ്പൊ on to എന്ന് പറയുന്നത് സർജക്റ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഓരോ എലമെന്റിന് അറ്റ്ലീസ്റ്റ് ഒരു ഇമേജ് എയിലുണ്ടാവും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇനി 1 to 1 നമുക്കറിയാം, elements in A have different image in B. ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് ബൈജക്റ്റീവ്. ക്ലിയർ ആയല്ലോ? സോ അത് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ എ ആൻഡ് ബി രണ്ട് സെറ്റ് കാണിച്ചിട്ടുണ്ട്, അതിൽ എലമെന്റ്സ് ഇതേപോലെ മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. സോ ഓരോന്നിനും സെപ്പറേറ്റ് ഓരോ എലമെന്റ്സ് ഇമേജസ് ആയിട്ട് ബിയിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ 1 to 1 ആണെന്ന് മനസ്സിലായി. ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ എലമെന്റിന് അറ്റ്ലീസ്റ്റ് ഒരു ഇമേജ്, അതായത് ഈ ബിയിലെ ഓരോ എലമെന്റും എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഇൻ എയുടെ ഇമേജ് ആണ്, അതും ശരിയാണ്. അപ്പൊ രണ്ടും ട്രൂ ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. നെക്സ്റ്റ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. അപ്പൊ ഇതിൽ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് പറഞ്ഞെങ്കിൽ ഇതേപോലെ രണ്ട് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യാം. നമ്മൾ റിലേഷൻസിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ രണ്ട് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യാം. എ ടു ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫും ബി ടു സി എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി ആയിട്ടും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ്, അതായത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ടു സി ആയിരിക്കും. ഓക്കെ, എയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു മാപ്പിംഗ് അല്ലെങ്കിൽ അസോസിയേഷൻ, അതിനെയാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ജി നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ജി ഓഫ്, ഇങ്ങനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഡയഗ്രാം നോക്കിയാൽ ക്ലിയർ ആണ്. ദാറ്റ് ഈസ് എ ബി സി, 3 സെപ്പറേറ്റ് സെറ്റ്സ് ഇതുപോലെ തന്നിട്ടുണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് വൺ എയിലത്തെ എലമെന്റ് കൊണ്ട് എക്സ് ആണ്. ഇപ്പോൾ ബി, ഇനി എയിൽ നിന്ന് ഒരു ഫംഗ്ഷൻ അസോസിയേഷൻ അല്ലെങ്കിൽ മാപ്പിംഗ് നടന്നിട്ടുണ്ട്, അത് ബിയിലേക്ക്. സോ അതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് ജി എന്ന് പറയുന്ന ഫംഗ്ഷനിലെ മാപ്പിംഗ് നടന്നിട്ടുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആയല്ലോ? അതായത് ഡയറക്ട്ലി ഫ്രം എ ടു സി ആ ഒരു മാപ്പിംഗിനെ നമ്മൾ ജി നോട്ട് എഫ്, അതായത് കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ് ആണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ഇതിൽ ഈ ഫംഗ്ഷൻസിൽ വരുന്ന ടോപ്പിക്കാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇഫ് എസ് ഇസ് എ നോൺ എംപ്റ്റി സെറ്റ്, ദെൻ ഇതിന്റെ ഓപ്പറേറ്റർ ബൈനറി ഓപ്പറേറ്റർ ആണത്. If S is a non-empty set, an operator is said to be a binary operation on S. The operator എന്ന് പറയുന്നത് it can be addition, subtraction, multiplication, anything. Okay. അപ്പോൾ ഇതില് നമുക്ക് ആ ഓപ്പറേഷൻ എന്താണെന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യണമെന്നുള്ളത് കോമൺ ആയിട്ടാണ് ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്ന സെറ്റിൽ പെർഫോം ചെയ്യുന്ന ബൈനറി ഓപ്പറേഷൻ ആണത്. Then it should satisfy the condition which says if A belongs to S and B belongs to S, then A operation B, it should also belong to S. Clear ആണല്ലോ? അതായത് S എന്ന് പറയുന്ന സെറ്റ്, അതിലെ രണ്ട് എലമെന്റ്സ് ആണ് എയും ബിയും. അതാണ് ഇവിടെ പറഞ്ഞത്, A belongs to S ഉം B belongs to S ഉം. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഈ A and B യിൽ ഒരു ബൈനറി ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ A ബൈനറി ഓപ്പറേഷൻ B, എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് എ ബൈനറി ഓപ്പറേഷൻ ബി എന്ന് പറയുന്ന റിസൾട്ടും എന്തിൽ ഉണ്ടാവണം? എസ് എന്ന് പറയുന്ന സെറ്റിൽ ഇൻക്ലൂസീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈനറി ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. എ നമ്പർ ഓഫ് ദ ഫോം z equal to a plus ib where I is equal to square root of -1.
ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എ പ്ലസ് ഐ ബി ഫോമിലാണ്. അതിൽ എ എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ് ആൻഡ് ഐ ബി അതായത് ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് കോംപ്ലക്സ് നമ്പേഴ്സിന് രണ്ട് പാർട്സ് ഉണ്ട്, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. അതിൽ ഐ എന്ന് പറയുന്ന വാല്യൂ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് -1. നെക്സ്റ്റ് അതിന്റെ ആൾജിബ്ര നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് Z1 ലെറ്റ് ടു നമ്പേഴ്സ് Z1 is equal to A plus IB, Z2 is equal to C plus IB. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു 4 ആൾജിബ്ര നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ അഡീഷൻ. ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിയൽ പാർട്സ് കമ്പൈൻ ചെയ്യാം, A plus C പ്ലസ് ഇമാജിനറി ടേംസ് ഗ്രൂപ്പ് ചെയ്യാം, I into B plus D. നെക്സ്റ്റ് അതേപോലെ സബ്ട്രാക്ഷനിൽ ഡിഫറൻസ് എങ്ങനെ കാണാം? Z1 മൈനസ് Z2. ഇപ്പോൾ മൈനസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയും ചെയ്യാം, Z1 പ്ലസ് മൈനസ് ഓഫ് Z2. ക്ലിയർ ആയോ? സോ നമ്മൾ ജസ്റ്റ് അഡീഷൻ പോലെ തന്നെ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഈക്വൽ ടു Z1 into Z2 is equal to ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ചെയ്തതാണത് AC മൈനസ് BD പ്ലസ് I into AD പ്ലസ് BC. ലാസ്റ്റ് വൺ ഡിവിഷൻ. ഇതിൽ കോഷ്യന്റ് എന്ന് പറയുന്നത് Z1 by Z2 അല്ല. അപ്പോൾ ഇതിനെ എങ്ങനെയായിട്ട് എഴുതാൻ പറ്റും? പ്രോഡക്റ്റ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം, Z1 into 1 divided by Z2. റെസിപ്രോക്കൽ, Z2ന്റെ റെസിപ്രോക്കൽ, അത് Z1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നെക്സ്റ്റ് ഫോർ എനി ഇൻഡിജർ k എന്ന് പറയുന്ന ഒരു ഇൻഡിജർ വാല്യൂ ആണ്, I raised to 4k is equal to 1. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നോട്ട് ചെയ്യുക, കാരണം നമുക്ക് ഇതേപോലെ ഐയുടെ കുറേ പവേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് വാല്യൂസ് വരാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും I raised to 4k will be 1. ഓക്കെ, k എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്, 4 times that k ഇൻഡിജർ എന്ന് പറയുന്നത്, അപ്പോൾ I raised to 4k എന്ന് പറഞ്ഞാൽ 1 ആണ്. സപ്പോസ് I raised to 4k plus 1, അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക, I raised to 4k into I അല്ലേ? I raised to 4k plus 1 പറയുന്നത് പവേഴ്സ് സ്പ്ലിറ്റ് ചെയ്യാം, raised to 4k പിന്നെ into I raised to 1. സോ ഇവിടെ നമുക്ക് I raised to 4k 1 ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ 1 into I that is I ആണ് ഇതിന്റെ ആൻസർ വരിക. നെക്സ്റ്റ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, മോഡുലസ് ഓഫ് Z is equal to എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെയും ഇമാജിനറി പാർട്ടിന്റെയും സ്ക്വയർസ് ആഡ് ചെയ്യുക, സം ഓഫ് സ്ക്വയർസ് ഓഫ് റിയൽ ആൻഡ് ഇമാജിനറി ടേംസ്. Modulus of Z equal to root of A square plus B square. ഇനി conjugate of Z that is Z bar is equal to A minus IB. അതായത് A plus IB ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താ? പ്ലസിനെ മൈനസ് ആക്കുക. ഓക്കെ, നെക്സ്റ്റ് ആർഗൻ പ്ലെയിൻ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആർഗൻ പ്ലെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറിന് ഇപ്പോൾ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ XY പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്, ഡയഗ്രാം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഒരു കോംപ്ലക്സ് നമ്പർ നമുക്കറിയാം, ഒരു റിയൽ പാർട്ട് ഉണ്ടാവും, ഇമാജിനറി പാർട്ട് ഉണ്ടാവും. സോ അവിടെ X ആക്സിസും Y ആക്സിസ് എല്ലാം നമ്മൾ എടുക്കാറ്. നോർമലി നമ്മൾ Xന് റിയൽ ആക്സിസ് ആയിട്ടും Yന് ഇമാജിനറി ആക്സിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ A പ്ലസ് IB എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം റിയൽ പാർട്ട് A ആണ്, ഓക്കെ, ആൻഡ് ഇമാജിനറി പാർട്ട് B ആണ്. സോ A plus IB എന്ന് പറയുന്ന പോയിന്റ്, ഈ പ്ലെയിനിൽ ഒരു പോയിന്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? കോംപ്ലക്സ് നമ്പറിന്റെ ടേംസിലാണ് ആ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്തത്. സോ ദ പ്ലെയിൻ ഹാവിംഗ് എ കോംപ്ലക്സ് നമ്പർ അസൈൻ ടു ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്. ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ പ്ലെയിനെ നമ്മൾ എന്താ പറയുക? ആർഗന്റ് പ്ലെയിൻ. നെക്സ്റ്റ് നമ്മൾ അതേപോലെ കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് നോക്കാം. The angle made by the line joining point Z to the origin. അപ്പോൾ ഈ Z എന്ന് പറയുന്ന ടേം, Z എന്ന് പറയുന്നത് A plus IB ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. Z equal to A plus IB. അപ്പോൾ നമ്മുടെ പോസിറ്റീവ്, അതായത് ഒറിജിനിൽ നിന്ന് പോസിറ്റീവ് X ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന റിയൽ ആക്സിസ് ആണല്ലോ X ആക്സിസ് എന്ന് പറയുന്നത്. റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ X ആക്സിസ് തന്നെയാണ്. സോ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് റിയൽ ആക്സിസ് അതായത് X ആക്സിസും പിന്നെ ദ പോയിന്റ് Z ടു ഒറിജിൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇപ്പോൾ ഈ ഡയഗ്രാം നോക്കി അറിയാം, ഇവിടെ ARG എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ Z എന്ന് പറയുന്ന പോയിന്റ് A plus IB അതും പോസിറ്റീവ് റിയൽ ആക്സിസും മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനാണ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സപ്പോസ് ആർഗ്യുമെന്റ് ഓഫ് Z അതിനെ നമ്മൾ തീറ്റ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സി ഇവിടെ ഇതാണ്, ഈ ആംഗിൾ ആണ് തീറ്റ. സോ തീറ്റ ഇസ് ഈക്വൽ ടു, ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് ഓഫ് Y by X. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് Y by X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ Y എന്ന് പറയുന്നത് ഇമാജിനറി ടേമിൽ, അതായത് ആ കോഎഫിഷ്യന്റ് അല്ലേ, ആൻഡ് റിയൽ ടേം കോഎഫിഷ്യന്റ് ആണ് X എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് Y by X ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആ ആംഗിൾ, അതിനെയാണ് ആർഗ്യുമെന്റ് ഓഫ് Z എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെന്റ്.
ഇതിൽ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് എന്താണ് നമുക്ക് മനസ്സിലായി അല്ലെ, tan ഇൻവേഴ്സ് y by x. ഇതിന് പ്രിൻസിപ്പൽ വാല്യൂസ് ഉണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാഡ്രന്റ്. ഓക്കെ, നമുക്കറിയാം എക്സ് വൈ പ്ലെയിനിൽ 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ലാസ്റ്റ് വൺ ഫോർത്ത് ക്വാഡ്രന്റ് അല്ലെ. അപ്പൊ ഇവിടെ ഓരോ ക്വാഡ്രന്റ് വൈസും ആർഗ്യുമെന്റ് അതായത് തീറ്റ അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് ഫോർമുല ഓരോ ക്വാഡ്രന്റിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായി പഠിക്കാം. നമുക്ക് എന്തായാലും പ്രിൻസിപ്പൽ വാല്യൂസ് കാണാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് പറയുമ്പോൾ എന്താ, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0, വൈ ഇസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ആയാലും വൈ ആയാലും സെയിം തന്നെ. ഇനി ആ ഒരു കേസിൽ തീറ്റ ഇസ് ഈക്വൽ ടു എന്താ, ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് വൈ ബൈ എക്സ്. മോഡുലസ് ഓഫ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈ ബൈ എക്സ് എന്താ കിട്ടുന്ന വാല്യൂ അതിന്റെ നമ്മൾ പോസിറ്റീവ്, ഓക്കെ, മോഡുലസ് അല്ലെങ്കിൽ പ്ലസ് ആണ് എടുക്കുക. സോ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇനി സെക്കൻഡ് ക്വാർട്ടറിൽ നമുക്കറിയാം എക്സ് നെഗറ്റീവ് ആണ് അല്ലെ, ആൻഡ് വൈ ഇസ് പോസിറ്റീവ്. അപ്പൊ എക്സ് ലെസ് ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0. ആ ഒരു കേസിൽ തീറ്റ ഇസ് ഈക്വൽ ടു, ആർഗ്യുമെന്റ് എന്താ, തീറ്റ ഇസ് ഈക്വൽ ടു പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ക്ലിയർ ആയല്ലോ, പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. നെക്സ്റ്റ് തേർഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ് ആണ്, അതുപോലെ വൈയും നെഗറ്റീവ് ആണ്, അതായത് ബോത്ത് ആർ ലെസ് ദാൻ 0. ആ ഒരു കേസിൽ തീറ്റ എന്താ, മൈനസ് പൈ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഓക്കെ, മൈനസ് പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ലാസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ് ആണ് പക്ഷെ വൈ നെഗറ്റീവ് ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ലെസ് ദാൻ 0. അവിടെ ആർഗ്യുമെന്റ് എന്താ, മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഓക്കെ, മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇത് ക്ലിയർ ആയി പഠിച്ചു വെക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക, കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. നെക്സ്റ്റ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി, കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി നോക്കാം. ബേസിക്കലി ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ഉദ്ദേശിക്കുന്നത് ഒരു ട്രയാങ്കിളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു സൈഡിന്റെ ലെങ്ത് ഒരിക്കലും സം ഓഫ് ലെങ്ത് ഓഫ് അതർ 2 സൈഡ്സിനേക്കാളും ഗ്രേറ്റർ ആവാൻ പറ്റില്ല. അതിനാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പറയുന്നത്. അതിപ്പോൾ ഇക്വേഷന്റെ ഫോമിൽ പറയുകയാണെങ്കിൽ മോഡുലസ് ഓഫ് z1 പ്ലസ് z2, അതായത് ഈ z1 ഉം z2 എന്താ, 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് z1 പ്ലസ് z2 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവരുടെ ഇൻഡിവിജ്വൽ സംസ്. ഓക്കെ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2. ഇതാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി. നെക്സ്റ്റ് പോളാർ റെപ്രസെന്റേഷൻ, അതായത് കോംപ്ലക്സ് നമ്പേഴ്സിനെ പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ ഡയഗ്രം ശ്രദ്ധിക്കുക. നമുക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പോൾ z ഇസ് ഈക്വൽ ടു, നേരത്തെ a പ്ലസ് ഐ ബി എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ എക്സ് പ്ലസ് ഐ വൈ കൺസിഡർ ചെയ്യാം. വേർ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഇനി തീറ്റ എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ആർഗ്യുമെന്റ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലായി. സോ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയും. ഇതാണ് പോളാർ കോർഡിനേറ്റ്സ് ഫോമിൽ നമ്മൾ എക്സ് ആൻഡ് വൈ റെപ്രസെന്റ് ചെയ്യുക. ഏതിന്, നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ഇനി ആർ ഇസ് ഈക്വൽ ടു, ഇനി ആറിന്റെ വാല്യൂ എന്താ, നമ്മളിപ്പോൾ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ആർ പറഞ്ഞു. ആർ എന്ന് പറയുന്നത് എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ, നമുക്കറിയാം മോഡുലസ് ഓഫ് z ആണ്. ക്ലിയർ ആയല്ലോ, അപ്പൊ അത്രയേ ഉള്ളൂ. സോ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, വേർ ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഇസ് മോഡുലസ് z. നെക്സ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഓയിലർ ഫോമിൽ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ദാറ്റ് ഇസ് ഇ റേസ് ടു ഐ തീറ്റ, എക്സ്പൊണൻഷ്യൽ ഫോം ആണ്. ഇ റേസ് ടു ഐ തീറ്റ, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് cos theta plus I sin theta. ക്ലിയർ ആയല്ലോ, ഇ റേസ് ടു പ്ലസ് ഐ തീറ്റ ആണ് കേട്ടോ, ഇസ് ഈക്വൽ ടു cos theta plus I sin theta. അതേപോലെ ഇവിടെ ഇ റേസ് ടു മൈനസ് ഐ തീറ്റ, ഇത് ഉദ്ദേശിക്കുന്നത് മൈനസ് ആണ് കേട്ടോ, നെഗറ്റീവ്. ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സെയിം ഫോർമുല തന്നെ, പ്ലസിന് പകരം എന്താണ് മൈനസ്, cos theta മൈനസ് ഐ സൈൻ തീറ്റ. അപ്പോൾ പവറിനെ ബേസ് ചെയ്ത് ഫോർമുല യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഡി മോയ്വേഴ്സ് തിയറം. ഡി മോയ്വേഴ്സ് തിയറം എന്ന് പറഞ്ഞാൽ പവർ n ആയിട്ട് വരും. നേരത്തെ ഓയിലർ ഫോം പറഞ്ഞില്ലേ, അതിന്റെ റേസ് ടു n, ഇ റേസ് ടു ഐ തീറ്റ ഹോൾ റേസ് ടു n. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് cos n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ, cos n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ, വേർ n എന്ന് പറയുന്നത് എന്താ, ഒരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ ക്വാഡ്രാറ്റിക് ഫോർമുല. ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. നമ്മൾ സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ പറയാറില്ലേ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല പറയുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a.
അതിൽ ഈ റൂട്ടിൻ്റെ ഉള്ളിലെ ടേമില്ലേ ബി സ്ക്വയർ മൈനസ് 4ac അതിനെ നമ്മൾ പറയുന്നതാണ് ഡിസ്ക്രിമിനൻറ്റ് ഡി. ഓക്കെ, ഇനി ഈ ഡിയുടെ വാല്യൂ ഒന്നെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവാം അല്ലേ. അപ്പോൾ ഈ വാല്യൂസിനനുസരിച്ച് നമ്മുടെ റൂട്ട്സ് അതായത് എക്സിൻ്റെ വാല്യൂസ് ഡിഫർ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇനി ഈ യൂണിറ്റിൻ്റെ നെക്സ്റ്റ് ബാക്കി ടോപ്പിക്സ് എല്ലാം നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഇത് കുറച്ച് 2-3 പാർട്സ് കൂടി ഉണ്ട്, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം.